What did you do? ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കപ്പോഴും എല്ലാ വർഷവും നമ്മൾ ട്യുലിപ്സ് കാണാൻ പോവാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ട്യുലിപ്സ് സീസണായി. അപ്പോൾ നമ്മളിവിടെ വന്നേക്കാണ്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ഈ സീസണിൽ ഭയങ്കര തിരക്കായിരിക്കും. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഉണ്ടാവുള്ള ട്യുലിപ്സ് ഷോ. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ഡൗൺ ടൗണിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു 1.5 ഏക്കറിൽ അങ്ങോട്ട് ഇവിടെ നിറയെ ട്യുലിപ്സ് പല കളറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടേക്കാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ പൂക്കളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഭംഗിയില്ല, പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് പോകുമ്പോഴാണ് കേട്ടോ ആ പൂക്കളെ ഭംഗി കാണാനായിട്ട്. നമ്മളൊക്കെ പണ്ട് 20 വർഷം മുമ്പ് നമ്മുടെ കുമാരി ആ മൂവി കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെല്ലാം വെറുതെ ഉണ്ടാക്കി വെച്ച് കുറേ കടലാസ് പൂവായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതെല്ലാം റിയലാണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയുന്നത്. നമ്മളത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ആ പൂവിൻ്റെ ഭംഗി തന്നെ കാണാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട് പൂ കാണാനായിട്ട്. ഓൾമോസ്റ്റ് എല്ലാ കളറും അവിടെ തന്നെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ട്യുലിപ്സിന് പല കളറുകളും. അതുപോലെ തന്നെ ചില ട്യുലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസപ്പൂ പോലെയല്ല, കട്ടി റോസപ്പൂ അതുപോലെയുള്ള കുറേ ഇതളുകളുള്ള ട്യുലിപ്സ് ഉണ്ട് കേട്ടോ. അത് കറുത്ത കളറിലുള്ളത് ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നത്. ഈ കറുത്ത കളറിലുള്ള പൂ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കളറിലുള്ള പൂവുണ്ട്, വെറൈറ്റി. അതവർ നല്ല ഭംഗിയിൽ അവർ ഓരോ ഡിസൈനൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ട്യുലിപ്സിൻ്റെ മിഡിലൂടെ ഇങ്ങനെ ഫാമിലൂടെ നടക്കുന്നൊരു ഫീല്. അപ്പം നമ്മൾ അകലെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നിറയെ ഇങ്ങനെ തിക്കിൽ നമ്മൾ ട്യുലിപ്സിൻ്റെ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീല് വരും കേട്ടോ. നമ്മളിപ്പോൾ വന്നു കുറച്ച് നേരമായി. ഇവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പൊക്കെ മാറി. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് എന്താ പറയുക സ്റ്റോറുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ട്യുലിപ്സാണ്, പക്ഷേ കണ്ട റോസപ്പൂവിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് തന്നെയാണ് നടക്കാനുള്ള ദൂരമാണ് നമ്മുടെ വിൻമില്ലിക്കുള്ളത്. അതുപോലെ തന്നെ ഡൗൺ ടൗണിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു വിൻമിൽ ഐലൻഡിലേക്ക് പോവാം, അതിന് ശേഷം നമുക്ക് ഡൗൺ ടൗണിലേക്ക് പോവാം. കാരണം എനിക്ക് ഉറപ്പില്ല, ഡൗൺ ടൗണിൽ ഡച്ച് ഡാൻസ് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഇതുപോലെ തന്നെ അവർ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ആദ്യം വിൻമില്ലിൽ പോകാമെന്ന് വിചാരിച്ച് അറ്റം വരെ നടന്നപ്പോൾ മനസ്സിലായി അവിടെ നടക്കില്ല. കാരണം അവിടെ നിന്ന് ബസ്സിൽ കയറി ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും വിൻമില്ല് അടയ്ക്കും. അപ്പം നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ നേരെ ഡൗൺ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡൗൺ ടൗണിലേക്ക് ഇവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു 5 മിനിറ്റ് നടന്നാൽ ഇത് ഡൗൺ ടൗണിലേക്ക് എത്തും. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു കുഞ്ഞൊരു സ്റ്റോറുണ്ട്. അപ്പോൾ ആ സ്റ്റോറിൻ്റെ ഉള്ളിൽ വെറുതെ അവിടെ ഒന്ന് കറങ്ങി നടന്ന ശേഷം നമ്മൾ നേരെ ഡൗൺ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇതൊരു കറുപ്പ് കലർന്ന, പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു കറുപ്പാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ പൂവ്. ഇതും നമുക്ക് കുറേ ഇതളുകളായിട്ടുള്ളൊരു പൂവാണ്. അപ്പോൾ ഇപ്പുറത്തായിട്ട് കുറേ സ്റ്റോറൊക്കെ ഇട്ടുണ്ട്. നമ്മൾ ആ സ്റ്റോറിലേക്ക് ഒന്ന് കറങ്ങി പോവാണ്. അങ്ങനെ നമ്മൾ ഡൗൺ ടൗണിലെത്തി ഹോളണ്ടിൽ. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വണ്ടികളൊന്നും കടത്തി വിടില്ല. നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കടകളിലെ മുമ്പിലൊക്കെ നിറയെ ട്യുലിപ്സ് വെച്ചേക്കാട്ടോ. ഇവിടെയെല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്.
പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ടൈമിലാണ് അത് കാണാൻ പറ്റുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പൂവെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പോൾ അതേ ഇവിടെ അതെ കുറേ ഇങ്ങനെ നിൽക്കണ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. മോങ്കറി എല്ലാം ഇങ്ങനെ പരിശോധിച്ച് നോക്കാം, അവിടെ എല്ലാ പൂക്കളും എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൗൺ ടൗൺ. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി നടന്ന് പാർക്കിലേക്ക് പോവാണ്. ഡൗൺ ടൗണിനുള്ളിൽ തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്ന് പോവാണ്. ഇതാണ് നമ്മുടെ പാർക്ക്. അപ്പോൾ ഈ പാർക്കിൻ്റെ ചുറ്റുമാണ് ഡച്ച് ഡാൻസ് കളിക്കുക. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഡച്ച് ഡാൻസ് കഴിഞ്ഞു. ഇനി അടുത്ത എത്ര മണിക്കാണെന്ന് അറിയില്ല, അടുത്ത ഒരു ടൈമിലാണ് ഡച്ച് ഡാൻസ് തുടങ്ങുക. അപ്പോൾ നമ്മൾ എന്തായാലും വന്നതല്ലേ, പാർക്കിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോവുക, കുറേ ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും അതേ നിറയെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ പാർക്ക് ഇങ്ങനെ മനോഹരമാക്കിയിട്ട് ഇരിക്കണം കേട്ടോ. എല്ലായിടത്തും എല്ലാവരും വന്നിട്ട് ഫോട്ടോ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി നടന്നു വരുമ്പോൾ ഒരു സ്റ്റോറിന് മുമ്പിലായിട്ട് 2 ഷൂ ഇങ്ങനെ വെച്ചേക്കണം. മോങ്കറി ഓടിച്ചാടി കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് ഇറങ്ങിക്കേ.